അപ്പൊ ചെങ്ങന്മാർ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഉമ്മരട്ടി എന്താ ലേറ്റ് കാണുക അല്ലെങ്കിൽ ഫെസ്റ്റിവലുള്ള നിങ്ങൾക്ക് അറിയോ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിറങ്ങി പോകും. എന്തൊക്കെ ചെങ്ങന്മാർ നിങ്ങൾ ആലോചിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവംബർ 1 മുതൽ നവംബർ 20 മുതൽ സ്റ്റാർട്ട് ആയിട്ട് ചെങ്ങന്മാരെ വല്ലാതെ ജാതി സംഭവം. ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖത്താറ OICC ചെങ്ങന്മാരെ ലൊക്കേഷൻ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുക. അപ്പൊ അടിച്ചിട്ട് പോകുന്നോളൂ കിട്ടാ. പാർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതേപോലെ അവിടെ നിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് പോകാൻ വണ്ടി വരും, അല്ല നടക്കുന്ന ആഗ്രഹിക്കുന്നവർ നടക്കുക, അങ്ങനെ കൂടി ജഗപ്പൊക്കെ സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറിപ്പം ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ കൾച്ചർ, പണ്ടത്തെ കാലത്തെ ഓരോ കാര്യങ്ങൾ, ഈ ഫെസ്റ്റിവൽ എല്ലാവർക്കും കാണാൻ പറ്റിയ സംഭവമാണ്. ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ അവിടുത്തെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളിമൂങ്ങേനപ്പം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണോ ഫ്രീ ആയിട്ട് ചെങ്ങന്മാരെ വേറെ സംഭവം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തേക്കും അവരെ ഗാവ് കുടിക്കുന്ന ക്ലാസ്, പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഗാവ് പൊടിക്കണത്, അങ്ങനെ പോലെ ഫ്രഷ് ഗാവ് കൊടുക്കുന്നതൊക്കെ ഫ്രീ ആയിട്ട് ചെങ്ങന്മാരെ. അവരുടെ സ്റ്റേജ് പരിപാടികളും അവരതേപോലെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒറ്റ പോയി കാണാൻ സെറ്റാക്കാൻ പവർ ചെങ്ങന്മാർ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാവപ്പൊടി എങ്ങനെ ഉണ്ടാക്കില്ല അത് കാണിക്കുന്നുണ്ട്. അതേപോലെ പണ്ടത്തെ കത്തികൾ, അതേപോലെ പണ്ട് എങ്ങനെ ചെണ്ട ഉണ്ടാക്കി അതൊക്കെ അവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചെങ്ങന്മാരെ. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഒരു ശൈലിനെ അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ മരകഷ്ണം മുറിച്ചിന്റെ ശേഷം അത് അതിനുള്ളത്തെ കാര്യങ്ങൾ കളിഞ്ഞതിന്റെ ശേഷമാണ് ചെണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. അതൊക്കെ ലൈവായിട്ട് നിങ്ങൾ കാണാൻ പറ്റും. അതുപോലെ പണ്ടത്തെ നെയ്യ്, അങ്ങനെ കൂടെ പണ്ട് എങ്ങനെയാണോ അവർ യൂസ് ചെയ്തിരുന്നത് അതേപോലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ എഴുതി കൊടുക്കുന്നു. അതേപോലെ അവർ പറഞ്ഞ ഒരാളുണ്ട്, അതേപോലെ അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇതാണ് അവർ പണ്ടത്തെ നിന്ന വീടുകൾ. വേറെ ലെവല് സംഭവത്തെ ചെങ്ങന്മാർ. അതിനിടയിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളി. കുട്ടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് സംഭവം. അതേപോലെ വീഡിയോസും ഫോട്ടോസിലൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ചെയ്യാതിരിക്കുക, നമ്മളത് മാത്രം പെടാൻ നോക്കുക, അങ്ങനെ കൂടി നോക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവർ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി ഇതൊക്കെ അവർ ഡ്രസ്സ് ഉണ്ടാക്കുന്ന എങ്ങനെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അങ്ങനെ നല്ലൊരു ഗായക ഉണ്ടായിരുന്നു. അതുപോലെ അവർ പാട്ടും ഓരോ ദിവസവും ഓരോ വെറൈറ്റി പരിപാടികൾ ഉണ്ടാവും. ഇത് ഫസ്റ്റ് ദിവസത്തെ പരിപാടിയാണ്. അതേപോലെ ഓരോ ദിവസം മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് ഇന്നത്തെ മാത്രം കണ്ടിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോവാതിരിക്കേണ്ട, എല്ലാ ദിവസവും മാറ്റങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ ഗൈസ്, ഇതേപോലെ വെറൈറ്റി വീഡിയോ നമ്മളതിലുണ്ട്. അവിടെ ചെങ്ങന്മാർ ഫോളോ ചെയ്തുകൊണ്ട് മറക്കാൻ നിൽക്കേണ്ട. അങ്ങനെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഡാൻസും ഇവരെ കാര്യങ്ങളും വേറെ ലെവലായിട്ട് ഇതൊക്കെ ഒറ്റവട്ടം കാണുന്ന രൂപമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സംഭവം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടിയാണ് വിചാരിച്ച് പോരുത്. ഇവിടെ ഇമാറാത്തിൽ നടക്കുന്ന ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ലെവലിൽ പോകണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലാണ് ഇതിനെ ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ വലിയൊരു നമ്മൾ വീഡിയോ കണ്ടിട്ട് വലിയൊരു സംഭവമാക്കി മൈൻഡിലാക്കി വരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് വീഡിയോയിൽ കണ്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ രസമില്ല എന്ന് അങ്ങനെ പറയരുത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൈൻഡിൽ പോകാൻ പാടുള്ളൂ. എന്നാലാണ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ട മാതിരി നിങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോക്ക് കാത്തിക്കാം. ഓക്കെ, ബൈ.